കണ്ടുകൊണ്ട് എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കണ്ടുകൊണ്ട് ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഈ ആഘോഷത്തിന്റെ ഭാഗം ഒന്നിച്ച് ആഘോഷിച്ചാണ് അവർ മുന്നോട്ട് പോയത്. KPCC ഓഫീസിന് മുന്നിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആവേശം അലകടലായി മാറുന്നു എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. രമേശ് ചെന്നിത്തലയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല KPCC ആസ്ഥാനത്തേക്ക് എത്തുന്നതാണ്. VD സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്ക് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇന്ദിരാഭവനിൽ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ കേരളം ഇനി പൂർണ്ണമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി? വേഗത്തിൽ ചർച്ചകൾ വഴിമാറും. സ്വാഭാവികമാണ് ഇനി തീരുമാനങ്ങൾ ഉണ്ടാവണം. ആ രണ്ട് മുഖങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പ്രേക്ഷകർ കണ്ടത്. നേരത്തെ VD സതീശൻ, അതിനുശേഷം ഇതാ രമേശ് ചെന്നിത്തല. ഇവരിൽ ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നതാണ് കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. അവിടെ KC വേണുഗോപാലിന്റെ പേരടക്കം ഉയർത്തിക്കൊണ്ടുവന്ന നേരത്തെ നമ്മൾ സുധാകരനെയും കണ്ടതാണ്, K സുധാകരനെയും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ചിത്രത്തിലുള്ളത് ഈ രണ്ട് മുഖങ്ങൾ തന്നെയാണ്. അതെ, ഒരുപക്ഷെ UDFന് ഭൂരിപക്ഷം കിട്ടിയാലും ഇത്രയും മാർജിൻ വേണ്ട എന്ന് ആഗ്രഹിച്ച ചില നേതാക്കൾ ഒരുപക്ഷെ കോൺഗ്രസിൽ ഉണ്ടാവാം. കാരണം എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ക്ലെയിം ഉന്നയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചിത്രമതല്ല. VD സതീശൻ പറഞ്ഞതുപോലെ ഒരു 100+ അല്ലെ 100 അടുത്തെത്തുന്ന നമ്പറിലേക്ക് വരുന്നു. ഘടകകക്ഷികൾക്കും ഇത്തവണ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടാകില്ല. കാരണം വലിയ ഒരു മെജോറിറ്റിയിലേക്ക്, ഒരു പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് പോലും കോൺഗ്രസ് എത്തുമോ എന്നതാണ് 70-71 എന്ന മാർജിനിലേക്ക് കോൺഗ്രസ് എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയെങ്കിൽ വലിയ സമ്മർദ്ദമൊന്നും ഇനി ഘടകകക്ഷികൾക്ക് ചുമത്താൻ സാധിക്കില്ല. ഒപ്പം ഇതാ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആവേശത്തോടു കൂടി അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. 10 വർഷത്തെ കാത്തിരിപ്പാണ്. ഇതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനം ഭരിക്കുക എന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന്, UDFന് ഇത് തീർച്ചയായും ആഘോഷിക്കാനുള്ള നിമിഷം